നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. മോഷണത്തിനെത്തിയ സംഘത്തിലെ ഒരാൾ കിണറ്റിൽ വീണു. തമിഴ്നാട് സ്വദേശിയായ കരുണാനിധി 55 വയസ്സ് എന്നയാളാണ് ആനക്കര വടക്കകത്ത് പടിക്ക് സമീപത്തെ ആളില്ലാത്ത വീടിന്റെ കിണറ്റിൽ വീണത്. കൂടെയുള്ള ജയരാജൻ എന്ന 29 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നിട്ടുള്ളത്. ആനക്കരയിലെ ഗിന്നസ് സെയ്തലവിയും സംഘവും തൃശൂരിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയാണ് പാതയോരത്ത് സംശയാസ്പദമായ രീതിയിൽ ഒരാൾ നിൽക്കുന്നത് കാണുന്നത്. തുടർന്ന് ചോദ്യം ചെയ്തതോടെയാണ് ഒരാൾ കിണറ്റിൽ വീണെന്നുള്ള കാര്യം അറിയുന്നത്. തുടർന്ന് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതോടെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി കിണറ്റിൽ വീണയാളെ കരക്ക് കയറ്റി. തൃത്താല പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് മോഷണത്തിനെത്തിയതാണെന്നുള്ള വിവരം ലഭിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും ട്രെയിൻ മാർഗം എത്തി ആളില്ലാത്ത വീടുകളിൽ മോഷണം നടത്തി മടങ്ങുകയാണ് സംഘത്തിന്റെ രീതി എന്ന് പറയുന്നു. കൂട്ടത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യമുള്ളതായിട്ടും പ്രതികൾ സമ്മതിച്ചു. ഇതേസമയം പോലീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന നിരവധി കേസുകളിലെ പ്രതികളാണ് ഇവരെന്ന് പറയപ്പെടുന്നു. ആനക്കരയിൽ കഴിഞ്ഞ ദിവസം 3ഓളം വീടുകളാണ് കുത്തി തുറന്നിട്ടുള്ളത്. ഒരെണ്ണം അന്ന് ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെ ചൊവ്വാഴ്ച വീണ്ടും കുത്തി തുറന്നു. പ്രദേശത്തെ ഒരു വീട്ടിൽ മോഷണത്തിന്റെ ഭാഗമായി പുറകുവശം പൊളിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. എങ്കിലും ആ വീട്ടിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മോഷ്ടാക്കളുടെ പേരിൽ തൃത്താല പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ആനക്കര. ഹായ് ബ്രോ, ഹായ് ബ്രോ. ഹേയ്, നേരെ നോക്കൂ, നേരെ നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഹേയ്, ഹേയ്, ഇങ്ങോട്ട് നോക്കൂ. എവിടെ സ്ഥലം? മധുരൈ. മധുരയിൽ എങ്ക് കൂടല്ലൂരാ. മധുര എവിടെയാണ്? കൂടല്ലൂരില്. ഇങ്ക എന്ത് 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 പണിട്ട് ഇருக்கு ഇങ്ക? തേടി വന്നാരെ മധുരയിൽ എന്നെ പണിട്ട് ഇരിക്കണ മാസ്റ്റർ. എന്നെ മാസ്റ്റർ പാനിപൂരി. ഇങ്ക പാനിപൂരി ഇങ്ക 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 ഇവിടെ പിടിച്ചു വരുത്തി